വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യാക്കോബിന്റെ മക്കളും അവരുടെ സന്താന പരമ്പരകളും വളർന്ന് ശക്തി പ്രാപിച്ചതോടെ പുതിയ ഫറവോ രാജാവിന് അവരുടെ സംഖ്യാബലത്തിലും ശക്തിയിലും ഭയം തോന്നി. ഇസ്രായേൽക്കാരുടെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിലേക്ക് എറിയണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചു. ലേവി ഗോത്രത്തിൽപ്പെട്ട അമ്രാമിന് തൻ്റെ ഭാര്യയായ യോക്കെബേദിൽ അവന് മോശ എന്ന ഒരു പുത്രൻ ജനിച്ചു. കുഞ്ഞിനെ കൊല്ലാതിരിക്കാൻ അവൾ അവനെ ഒരു ഞാങ്ങണ കൊണ്ടുണ്ടാക്കിയ കുട്ടയിൽ നൈൽ നദീ തീരത്തുള്ള ഞാങ്ങണ ചെടികളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചു. ഫറവോയുടെ പുത്രി അത് ഒരു ഹെബ്രായ ശിശുവാണെന്ന് മനസ്സിലാക്കി കുഞ്ഞിന് മുലയൂട്ടി വളർത്തുന്നതിന് ശമ്പളത്തിന് ഒരു ഹെബ്രായ സ്ത്രീയെ കണ്ടുപിടിച്ചത് യോക്കെബേദിനെ തന്നെയായിരുന്നു. കുഞ്ഞു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വളർന്നപ്പോൾ ഫറവോയുടെ ആളുകൾ ഹെബ്രായരെ മർദ്ദിക്കുന്നത് കണ്ട് സഹികെട്ട് അവൻ ആ മർദ്ദിച്ചവനെ കൊന്നു. അവിടെ തുടർന്നാൽ അപകടമെന്ന് മനസ്സിലാക്കി മോശ മിദ്യാനിലേക്ക് ഓടി രക്ഷപ്പെട്ടു. മിദ്യാനിലെ പുരോഹിതനായ റവുവേലിൻ്റെ പുത്രിയായ സിപ്പോറായെ വിവാഹം കഴിച്ചു. മോശയ്ക്ക് അവളിലുണ്ടായ പുത്രനാണ് ഗർഷോം. മോശയ്ക്ക് ഹൊരേബ് മലയിൽ വെച്ച് കത്തുന്ന മുൾപടർപ്പിനിടയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. പുറപ്പാട് 3-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.